ஆமா സ്മഗ് പപ്പി എന്ന ഇൻസ്റ്റാഗ്രാം യൂസറിന്റെ വീട്ടിൽ തുടർച്ചയായി നടക്കുന്ന അമാനുഷ്യ സംഭവങ്ങൾക്ക് പിന്നിൽ എന്താണെന്നറിയാൻ അവർ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് അവർ വീജി ബോർഡ് കളിച്ചത്. പിന്നീട് സംഭവിച്ചത് ഇതാണ്. Not spelling thick stuff out all the time, but hold up, here it goes again. Yeah. Just the way it moves, it's freaky. On the floor now, so not on the table. Gate. Yeah, hold up, it's not finished. Still going. Yeah, this is a long one. Gateway. Gateway, I think. Gateway? What do you mean by gateway? I mean, it might mean like a doorway or a portal or something like that. People are always warning us there. What do you mean by gateway? I think I know what this one is. Yeah. Careful. Careful of what? Ah! Oh! Oh! Crap. Right, 100%. I need to show people. Just so you know, right? There's no magnets. I mean, this floor is solid concrete underneath these. You see? There's no magnets. These are just felt pads so it glides. There's no magnets or anything in the legs or anything like that. This board again is just stuck down with blue tack so it doesn't slide around. Floor absolutely solid. പ്ലാൻഷെറ്റ് തനിയെ ചലിച്ചത് കണ്ട് അമ്പരന്നിരിക്കെ അവിടെ ഇരുന്ന ചെയറും ടേബിളും വരെ അവരുടെ അടുത്തേക്ക് തെറിച്ചു വന്നു. അതിന്റെ അടുത്ത ദിവസം മാതാപിതാക്കൾ അറിയാതെ ആ വീട്ടിലെ പെൺകുട്ടി വീജി ബോർഡ് കളിച്ചു. പക്ഷേ ഇങ്ങനെയൊരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. Why don't you just fucking piss off? Whoa! Whoa! Dad? ആ സംഭവത്തിന് ശേഷവും അവസാനമായി ഒരിക്കൽ കൂടി വീജി ബോർഡ് കളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അന്നെന്താണ് സംഭവിച്ചതെന്ന് ഇനി നോക്കാം. It's pretty boring. I'm going to stop using this board. You're not even making any sense anymore. I'm going to throw this board away, mate. What the? Oh my God, look at it. I'm not having that burning. Melted it. That's it. The board's going away. I will burn it with ardor. That is it, mate. Whoever you are, not having fire.
പെട്ടെന്ന് പ്ലാഷറ്റിന് തീ പിടിച്ചെങ്കിലും ബോർഡിന് ഒന്നും സംഭവിച്ചില്ല എന്നതാണ് വിചിത്രമായൊരു കാര്യം. മാർലെ എന്ന സ്ത്രീ ഒരു ലോങ് ട്രിപ്പിന് ശേഷം രാത്രിയിൽ സ്റ്റേ ചെയ്യാനായി അലബാമയിലുള്ള ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴാണ് ഹോട്ടലിന്റെ വിൻഡോയിൽ ഒരു വിചിത്രമായ കാഴ്ച അവർ കാണുന്നത്. ജനാലക്കരികിൽ ഒരു കറുത്ത രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും എത്തിനോക്കുന്നതും കാണാം. ഈ കാര്യം അവർ ഹോട്ടൽ സ്റ്റാഫിനെ അറിയിച്ചപ്പോൾ ആ റൂം ആരുമില്ലാതെ വേക്കൻ്റ് ആണെന്നായിരുന്നു ഹോട്ടൽ സ്റ്റാഫിന്റെ മറുപടി. ഒരിക്കൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യാനായി ഒരു യുവാവ് എത്തിച്ചേർന്നു. ആ ഫാക്ടറിയിലെ മെഷീനറീസിനുണ്ടായ അപാകതകളെ തുടർന്ന് ഒരുപാട് തൊഴിലാളികളും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഫാക്ടറി എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്ത അമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ഇനി കാണാം. Dengar suara. Tadi dia nangis anjing. Dia ബാത്റൂമിനുള്ളിൽ ആരോ കരയുന്ന പോലെയുള്ള ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ ആരും തന്നെയില്ല. അതിനുശേഷമാണ് അയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. emangnya gua astagfirullahaladzim. Nangis tadi lu anjing. Dengar gak guys? Gak ada sosoknya tapi ada suara anjing. ആ ഇരുണ്ട രൂപത്തെ കണ്ട് പേടിച്ചോടുമ്പോൾ അയാൾ അവസാനമായി മറ്റൊരു കാഴ്ച കൂടി കണ്ടു. Mau pakai senter apa mau pakai lilin guys? Itu terserah kalian teman-teman. Mau pakai senter atau mau pakai lilin guys? Mampus karma. Kepala di mana? Di mana guys? Muka di mana guys? Di mana? Di mana? Di mana guys? Astagfirullahaladzim ya Allah. Anjing. Beneran kayak ada muka tadi di situ ya. Anjing. Anjing apa itu guys?
ലിയോ ലോർഡസ് എന്ന ടിക്ടോക്ക് യൂസർ പറയുന്നത് പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ശേഷം തന്റെ മകൾ ഒരു ഇമാജിനറി ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ടെന്നാണ്. അതിനുള്ള തെളിവായി അവർ പങ്കുവച്ച വീഡിയോയിൽ ഇൻവിസിബിൾ ആയ എന്തിനോടോ കുട്ടി സംസാരിക്കുന്നതും പെട്ടെന്ന് സ്റ്റോർ റൂമിന്റെ വാതിൽ തനിയെ തുറക്കുന്നതും കുട്ടി പേടിച്ച് പുറത്തേക്ക് പോകുന്നതും കാണാം. Do you want to play? Do you want to? Do you want to sleep? Come on, please. അർജന്റീന സ്വദേശിയായ ഒരു എക്സ്പ്ലോററാണ് ജെർമെയിൻ എക്സ്ട്രീമോ. ഒരിക്കൽ അമാനുഷ്യ സംഭവങ്ങൾക്ക് പേരുകേട്ട ഒരു സെമിത്തേരി എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിൽ ശവക്കല്ലറയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു വിജി ബോർഡ് കിട്ടി. അതെടുത്തതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഇനി കാണാം. Me encuentro una ouija en un cementerio y cometo un gran error. No, amigos y amigas, miren esto. No, no, no. Quiero creer. No quiero creer que estos sean gotas de sangre. Llévala. No me tienten. No me tienten, por favor. Ay, esta tumba. ¿Qué es esto? No, amigo, no, una cuija. Lo siento mucho. Voy a agarrar con la bolsa. No. Oh, ya fue con las manos. Lo siento, amigos, lo siento. Me voy. Disculpen, amigos, disculpen de verdad, pero son oportunidades que pasan una vez en 1000 años. Así que me voy. Sí. നണ്ണിനെ പോലെയുള്ള ഒരു രൂപം അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞെങ്കിലും അപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ അടുത്ത ദിവസം വെളുപ്പിനെ 3:30 അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ആ രൂപം പ്രത്യക്ഷപ്പെട്ടു. Miren, amigo. Son las, no sé si se ve, 3:35 de la madrugada. Otra vez me despierto por ruidos fuertes en el techo y cuando me asomo por la... ¿Qué es eso? Explíqueme. ¿Qué es eso? Vamos a ver de afuera. Vamos a ver si se ve de acá. Se ve. Miren. Miren.
¿Qué onda? Hola. ¿A quién busca? ¿Qué onda? Foca. Foca. ¿Qué? ¿Qué se hizo? Pues estaba para acá. Acá estaba para. ¿Qué onda, loco? Vengo saliendo de ahí. Aquí estaba parada. Puta madre. Puta madre. VG ബോർഡ് എടുത്ത ശേഷം ആ പ്രേതാത്മാവ് അയാളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് വീഡിയോ കണ്ടവർ അഭിപ്രായപ്പെട്ടത്. എന്തായാലും അതിന്റെ ബാക്കി ഭാഗം കൂടി ഇനി കാണാം. ¡Ey! ¿Qué pasa? ¡Ey! ¿Hay alguien ahí? Otra vez. Verde, negro. Mierda. Otra vez. Otra vez lo mismo. Otra vez. No me puede estar pasando esto. ഗ്രേ വൂൾഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ വാസു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി ഒരു ഹോണ്ടഡ് ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്യാനെത്തി. ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ ബിൽഡിംഗിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ അവർ ഭീകരമായ ഒരു കാഴ്ച കണ്ടു. கேட்டு மீட்டர் பாக்கெட்டில் வச்சுக்கோங்க. ஆமாம், அது என்னன்னு பார்க்கணும். இப்படி சவுண்டு கேட்டது இந்த பில்டிங்கில் இருந்து. ஐயா அங்கே போகிறா, ஜன்னல் போகிறா. லர்ராச்சுடா, லர்ராச்சுடா. டார்ச் லைட் கொடு. அந்த ஜன்னலில் வந்து எட்டி பார்த்த மாதிரி இருந்துச்சு. எப்படி இது எப்படி ரொம்ப டிஃப்ரெண்ட்டாக இருந்துச்சுடா. இது வயசானவங்க அழுகுற மாதிரி சைலண்ட் தான் கேட்டுட்டு இருந்தோம். ஏதோ ஒரு சவுண்டு. பாட்டிமா உள்ளே இருக்கீங்களா? யாராவது வயசானவங்க? நாங்கள் உள்ளே வந்து அவங்கக்கிட்ட பேசலாமா? இருக்கலாம். ஏதோ வயசானவங்க இருக்காங்க. ஆமாம். അവർ കണ്ടത് ഏതെങ്കിലും ആന്റി സോഷ്യൽ സിനെയാണോ അതോ അമാനുഷികമായ മറ്റെന്തെങ്കിലുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് കാരണം മോർണിംഗ് ഷിഫ്റ്റിലേക്ക് മാറുകയും പിന്നീട് ഇതുവരെയും നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിട്ടുമില്ല. അന്ന് രാത്രിയിൽ എന്താണ് അദ്ദേഹം കണ്ടതെന്ന് അദ്ദേഹം പങ്കുവച്ച CCTV ഫുട്ടേജിലൂടെ മനസ്സിലാക്കാം.
ഒരു വെളുത്ത പ്രേതരൂപം അദ്ദേഹത്തിന്റെ ക്യാബിന് പുറത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. CCTVയിലൂടെ ഇത് കണ്ട അദ്ദേഹം അവനെ നോക്കി പുറത്തിറങ്ങിയപ്പോൾ ആകാശത്തേക്ക് പറന്നു പൊങ്ങി ആ രൂപം അപ്രത്യക്ഷമായി. വനപ്രദേശത്ത് താമസിക്കുന്ന ഒരു ടിക്ടോക്ക് യൂസർ അദ്ദേഹത്തിന്റെ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് കുട്ടികൾ ഒരാൾ അമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടത്. Let's go back inside. Come on, guys. ഒരു മിസ്റ്റീരിയസ് ക്രീച്ചർ മരത്തിലേക്ക് ചാടിക്കയറുന്നത് ക്യാപ്ചർ ആയിട്ടുണ്ട്. അത് എന്ത് ക്രീച്ചറാണെന്ന് അറിയില്ലെങ്കിലും അത് നോക്കാൻ നിൽക്കാതെ കുട്ടികളുമായിട്ട് തിരിച്ച് വീട്ടിൽ കയറിയത് നന്നായെന്നാണ് വീഡിയോ കണ്ടവർ അഭിപ്രായപ്പെട്ടത്. 14 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഫ്രീസ് ദേവറാം എന്നയാളുടെ വീട്ടിൽ പലപ്പോഴും ചില വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം അത് കാര്യമായി എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കീബോർഡ് വായിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഹലോ, റൂമിന്റെ ഒരു മൂലയ്ക്ക് മാറി ഒരു ഇരുണ്ട മിസ്റ്റീരിയസ് ഫിഗറിനെ കാണാം. ഫ്രീസ് ദേവറാം അപ്ലോഡ് ചെയ്ത ഒരേയൊരു വീഡിയോ ഇതുമാത്രമാണ് എന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കാണാനുമില്ല, എന്ത് സംഭവിച്ചെന്നും അറിയില്ല. അർബക്സ് ഹിൽ എന്ന യൂട്യൂബ് ചാനലിന്റെ അഡ്മിൻ ഓഹയോയിലുള്ള മോളി സ്റ്റാർ സാനറ്റോറിയം എക്സ്പ്ലോർ ചെയ്യാനെത്തി. 1955 ഉപേക്ഷിക്കപ്പെട്ട ഇവിടം ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്. അങ്ങനെ അവിടെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് തന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അയാൾക്ക് തോന്നിയത്. മുകളിൽ നിന്നും കാലടി ശബ്ദം കേട്ട അദ്ദേഹം അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ടണൽ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. Crazy. There's somebody down here.
I'm out of here. I swear I legit saw somebody. And this is a dead end. I'm out of here. Yo, and my motherfucking boots is sticking to the ground. This is crazy. ഒരു വെളുത്ത രൂപം നടക്കുന്നത് കണ്ട് അതിനടുത്തേക്ക് ചെന്നപ്പോൾ ടണൽ അവസാനിച്ചെങ്കിലും അവിടെ ഒന്നും തന്നെ ഇല്ല. സോ മോളി സ്റ്റാർ സാനറ്റോറിയത്തിൽ വെച്ച് ക്യാപ്ചർ ചെയ്യപ്പെട്ടത് റിയൽ ഗോസ്റ്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സ് പറയുന്നത്. ഈ വീഡിയോ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ആണിത്. വീഡിയോയിൽ കാണുന്ന ചെയർ എംപ്റ്റി ആണെങ്കിലും അതിന്റെ പിന്നിലുള്ള നിഴലിൽ ചെയറിലാരോ ഇരിക്കുന്നതായി കാണുന്നുണ്ട്. സോ അതൊരു പ്രേതരൂപമാണോ അതോ എന്തെങ്കിലും ലൈറ്റ് ട്രിക്ക് ആണോ? ഒരു വനപാതയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് രണ്ട് സുഹൃത്തുക്കൾ കാടിനുള്ളിൽ ഒരു മനുഷ്യനെ കണ്ടത്. അങ്ങനെ വണ്ടി നിർത്തി അടുത്തേക്ക് ചെന്നപ്പോഴാണ് അതൊരു സാധാരണ മനുഷ്യനല്ലെന്ന് അവർക്ക് മനസ്സിലായത്. How you doing? Oh, just some cruisers, man. That's crazy shit. Just crawling at me like it's goddamn. What's up, dude? അയാളുടെ ബിഹേവിയറും ഇഴഞ്ഞു വരുന്ന രീതിയും കണ്ടിട്ട് വിരണ്ടുപോയ അവർ വണ്ടിയിൽ കയറി രക്ഷപ്പെട്ടു. വളരെ വിചിത്രമായ ഒരു ജാപ്പനീസ് വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. ഒരു ഫണ്ടിന് വേണ്ടി രണ്ട് സുഹൃത്തുക്കൾ ഒരു ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിംഗ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതിനുള്ളിൽ കയറി. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. തുടക്കത്തിൽ തന്നെ ഒരു വെളുത്ത സ്ത്രീയുടെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കാണാമെങ്കിലും അവരത് ശ്രദ്ധിച്ചില്ല. പിന്നീട് മറ്റൊരു കണ്ണാടിയിൽ നേരത്തെ കണ്ട അതേ സ്ത്രീരൂപം തന്റെ ഫ്രണ്ടിനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന റിഫ്ലക്ഷൻ കണ്ടപ്പോഴാണ് അവർ ജീവനും കൊണ്ടോടിയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്നവർക്കായി ഒരു ടാസ്ക് തരാം. ഇതിൽ ഏത് ഗ്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളതെന്ന് കമന്റ് ചെയ്യൂ. ശരിയായ ഉത്തരം കമന്റ് ചെയ്യുന്നവരുടെ പേര് അടുത്ത വീഡിയോയിൽ ഷൗട്ട് ഔട്ട് ചെയ്യുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.